പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്ക് മാത്സിലെ പ്രപ്പോർഷനെ കുറിച്ച് അല്പം കൂടി പഠിക്കാം. നമ്മൾ 3 ക്ലാസ് പ്രപ്പോർഷനെ കുറിച്ച് പഠിച്ചു. ആ 3 ക്ലാസ്സോടുകൂടി ഞാൻ നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ബന്ധുവും +2 വിദ്യാർത്ഥിയുമായ ഒരു പയ്യൻ എന്നോട് ചില സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ സംശയങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും എന്ന് കരുതി ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം തരാമെന്ന് വിചാരിച്ചു. എന്തായിരുന്നു സംശയം എന്ന് വെച്ചാൽ, അതായത് ഫോഴ്സ് എന്നുള്ളത് മാസിന് ആനുപാതികമാണ്, അതുപോലെ തന്നെ ഫോഴ്സ് എന്നുള്ളത് ആക്സിലറേഷന് ആനുപാതികമാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഫോഴ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ ആണല്ലോ എന്ന് ചോദിച്ചു. ശരിയാണ്, ഞാൻ പറഞ്ഞു. മാസിനെ എം കൊണ്ടും ആക്സിലറേഷനെ എ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സ് എഫ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു എം എ എന്നല്ലേ വരിക? അതെ, ഞാനൊന്ന് എഴുതി കാണിക്കാം. അതായത് ഫോഴ്സ് എഫ്, ആ ഫോഴ്സ് എന്നുള്ളത് ആനുപാതികമാണ് എം, അതുപോലെ ഫോഴ്സ് എന്നുള്ളത് ആനുപാതികമാണ് എ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ എന്നല്ലേ വരിക? അതെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നു, കെ എന്നുള്ളത് ഒന്നാക്കിയെടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു. അതായത് കെയുടെ വില ഒന്നാക്കിയെടുക്കുകയാണെങ്കിൽ എഫ് ഈക്വൽ ടു എം എ എന്ന് വരുന്നു. ആ ഫോഴ്സ് കണക്കാക്കാനായിട്ട് മാസും ആക്സിലറേഷനും ഗുണിച്ചാൽ മതിയോ? അപ്പോൾ കെയുടെ വില പരിഗണിക്കേണ്ടേ, അതായത് കെയുടെ വില കണക്കിലെടുക്കേണ്ടേ എന്നതാണ് കുട്ടി സംശയം. എല്ലാ കണക്കിലും കെയുടെ വില ഒന്നാക്കിയെടുക്കാൻ പറ്റുമോ? കെയുടെ വില ഈ കണക്കിൽ ഒന്നാക്കിയെടുത്തപ്പോഴാണ് എഫ് ഈക്വൽ ടു എം എ എന്ന് വന്നത്. അപ്പോൾ എല്ലാ കണക്കിലും കെയുടെ വില ഒന്നാക്കിയെടുക്കാൻ പറ്റുമോ? രണ്ടാമത്തെ സംശയം, അതാണ് ഒരു സംശയം. രണ്ടാമത്തെ സംശയം, എന്തുകൊണ്ടാണ് കെയുടെ വില ഒന്നാക്കിയെടുക്കുന്നത്? കെയ്ക്കൊരു വില ഉള്ളതല്ലേ, പിന്നെ ഇങ്ങനെ ഒന്നാക്കിയെടുക്കുന്നത്? അപ്പോൾ എപ്പോൾ ഒന്നാക്കിയെടുക്കാം, എപ്പോൾ ഒന്നാക്കിയെടുക്കാൻ പാടില്ല, ഈ വക സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട്, കാരണം ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കും വരാം, പല കുട്ടികൾക്കും വരാം. അപ്പോൾ അതൊന്ന് തീർത്തു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 4ാമതൊരു ക്ലാസ്സും കൂടി വെച്ചത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താണ് യൂണിറ്റ് അഥവാ ഏകകം എന്ന് മനസ്സിലായിരിക്കണം. ഏകകം അഥവാ യൂണിറ്റ് എന്ന് പറയും. എന്താണ് യൂണിറ്റ്? വാസ്തവത്തിൽ യൂണിറ്റിൻ്റെ വിലയാണ് ഏത് കെ ആയിട്ട് വരുന്നത്. ഓരോ കണക്കിലും നമ്മൾ പറഞ്ഞ റേറ്റ് ആണ് കെ ആയി വരിക എന്ന് പഠിപ്പിച്ചു. റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വിലയാണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ആനുപാതികമായിട്ടുള്ള ഏതൊരു കണക്കിലും ഏതൊരു സമവാക്യം രൂപീകരിക്കുമ്പോഴും അതിൽ വരുന്ന സ്ഥിരസംഖ്യ എന്നുള്ളത് നമ്മൾ കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കെ എന്നുള്ള എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയത് റേറ്റ് ആണ് അല്ലേ? നമ്മൾ കുറെ ഉദാഹരണത്തിന് നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ ഒരു ചോദ്യം, എന്താ റേറ്റ്? ഒരെണ്ണത്തിൻ്റെ വില, അത് യൂണിറ്റിൻ്റെ വില. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് നാം മനസ്സിലാക്കിയാൽ ഈ സംശയം തീരൂ. അതുകൊണ്ട് നമുക്ക് ആ സംശയം തീർക്കാനായിട്ട് നോക്കാം. അപ്പോൾ എന്താ അറിയണം? അതിന് യൂണിറ്റ് എന്താണെന്ന് അറിയണം. ആ യൂണിറ്റ് എന്ന ആശയം വ്യക്തമാകാത്തവർക്കാണ് ഈ സംശയം വരിക. എന്താണ് യൂണിറ്റ്? നമ്മൾ നീളം അളക്കാൻ യൂണിറ്റ് വേണം,
അതേപോലെ വിസ്തീർണം അളക്കാൻ യൂണിറ്റ് വേണം, വ്യാപ്തം അളക്കാൻ യൂണിറ്റ് വേണം, ബലം അളക്കാൻ യൂണിറ്റ് വേണം, എനർജി അളക്കാൻ യൂണിറ്റ് വേണം. എല്ലാത്തിനും യൂണിറ്റ് ഉണ്ട് അല്ലേ? ചാർജ് അളക്കാൻ യൂണിറ്റ് വേണം, വൈദ്യുതി അളക്കാൻ യൂണിറ്റ് വേണം, പ്രതിരോധം അളക്കാൻ യൂണിറ്റ് വേണം. എല്ലാ പ്രതിഭാസങ്ങളും അളക്കാൻ എന്ത് വേണം? യൂണിറ്റ് വേണം. അപ്പൊ യൂണിറ്റ് എന്താണെന്ന് നല്ല വ്യക്തമായ ഒരു ധാരണ ഉണ്ടായാലാണ് ഈ ഭാഗം നിങ്ങൾക്ക്, അഥവാ കെയുടെ വില എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. അതേപോലെ തന്നെ എപ്പോൾ ഇതിനെ ഒന്നാക്കി എടുക്കാം എന്നും അറിയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താണ് യൂണിറ്റ് എന്നത് മനസ്സിലാക്കാൻ ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ, കാര്യം ഗഗനമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഇത് നോക്കുക, ഇത് റോഡാണ് അല്ലേ? ഇപ്പൊ ഇതിന്റെ നീളം നമ്മൾ അളക്കണം. അപ്പൊ നീളം അളക്കണമെങ്കിൽ എന്ത് വേണം? എന്തുപയോഗിച്ചാണ് നീളം അളക്കുക? അത് എന്തിനാണ് അളക്കുക? അപ്പൊ ഇതിന് എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? എത്ര നീളം ഉണ്ട്? ഇനി നമുക്കറിയാൻ പറ്റുമോ എത്ര നീളം ഉണ്ടെന്നുള്ളത്? അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കൊരു സാധനം അറിയില്ല. ഒരു നീളം അറിയാത്തുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അളന്ന് കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ അളക്കാനായിട്ട് ഒരു അളവുണ്ടെങ്കിൽ ഈ അളവ് എന്തായിരിക്കും എന്നതാണ് നമുക്ക് ചോദ്യം. അളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയോ എന്താണ് അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊരളവ് വരുമ്പോഴാണ് നമ്മൾ അളക്കേണ്ടി വരിക അല്ലേ? ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു കയ്യിൽ എന്താ ഒരു പാനുണ്ട്, ഇത് അളക്കുക അല്ലെങ്കിൽ എണ്ണ വേണ്ട, കാരണം ഇത് കണ്ട ദിവസം എനിക്കൊരു എത്രയാണ്? 1. അതേ സമയത്ത് നമ്മളിപ്പോ നോക്കുക, ഇതിലൊരു പിടി പാനുണ്ട്, ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയില്ല. അപ്പൊ എണ്ണ നോക്കി അളന്ന് നോക്കി വേണ്ടി വരും. അപ്പൊ എപ്പോഴാണ് നമ്മൾ അളക്കുക അല്ലെങ്കിൽ എണ്ണേണ്ടി വരിക? അറിയാത്തൊരു അളവാണെങ്കിൽ അളന്ന് നോക്കുകയോ എണ്ണി നോക്കുകയോ നമ്മൾ വേണം. മനസ്സിലായ? അപ്പൊ അങ്ങനെ ചെയ്യണം. അപ്പൊ അളക്കുമ്പോൾ എപ്പോഴാണ് അളക്കുക? അറിയാത്തൊരു അളവുണ്ടായിരിക്കുക. അതെന്ത് വെച്ച് അളക്കുക? നമുക്ക് അറിവുള്ള ഒരു അളവ് വേണം, നമുക്ക് അറിയുന്ന ഒരു അളവ് വേണം. ഈ അറിയുന്ന ഒരു അളവ് വെച്ചിട്ടാണ് അറിയാത്തൊരു അളവിനെ അളക്കുക. അപ്പൊ അറിയുന്ന അളവ് എത്രയാണോ അത് വെച്ചിട്ടാണ് അളക്കുക. വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അളക്കണമെങ്കിൽ എന്ത് വേണം? അറിയുന്ന ഒരളവ് വേണം. എന്തിനായ അളക്കുക? നിങ്ങൾ അറിയാത്തൊരളവിനെ. ശരിയാണോ? സംശയം തോന്നാം നമുക്ക്. അത് കാണിച്ചു തരാം. ഇപ്പൊ ഇത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് വടി കാണുന്നുണ്ട്? ഇതൊരു പൈപ്പ്, വയറിങ്ങിനുള്ള പൈപ്പാണ്, ചതുര പൈപ്പ്. നിങ്ങൾക്കറിയാം, വയറ് കൊണ്ടുപോകുന്ന പൈപ്പാണത്. ഇതിന് എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? ഒരു അറിയാത്ത അളവാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരളവുണ്ട്, ഒരു അടി നിങ്ങൾക്ക് അറിയുന്ന ഒരളവാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിയുടെ നീളം നിങ്ങൾക്കറിയാം. ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വീതി ഒരു അടിയാണ്. ഇത് ഒരു അടി ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇത് 6.5 അടി ഉണ്ട് എന്നർത്ഥം. ഈ നീളം നിങ്ങൾക്ക് അറിയും ഇല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു അടി നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് അളക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അളക്കാം. എത്ര പ്രാവശ്യം ഉണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇല്ലേ? ഇപ്പൊ ഇത് 6 പ്രാവശ്യം വെച്ച് ഇതിന്റെ നീളം തീരുമെങ്കിൽ നിങ്ങൾ എത്ര അടി എന്ന് പറയുന്നേ? ഇതിന്റെ 6 മടങ്ങ് പ്രാവശ്യം വെക്കണം. ഇത് 6 പ്രാവശ്യം വെക്കണം എന്ന് വെച്ചാൽ ഇതിന്റെ 6 മടങ്ങുണ്ട്, 6 അടി എന്ന് പറയും. 6.5 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ എത്ര എന്ന് പറയും? 6.5 അടി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അടി എത്രയായോ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് അത് മനസ്സിലായത്. ഒരു അടിയുടെ നീളം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് അറിയുന്ന ഒരളവാണ്. അപ്പൊ അതുകൊണ്ട് അളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം
അത് ആ അടിയുടെ അളവ് 6 പ്രാവശ്യം വെക്കാൻ 6 അടി എന്ന് പറയും, 6.5 പ്രാവശ്യം വെക്കാൻ 6.5 അടി എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം ഒരു സ്കെയിലിന്റെ നീളം സങ്കല്പിച്ച് അത് 6 പ്രാവശ്യം പിന്നെ ഒരു 1/2 പ്രാവശ്യം വെക്കുന്ന ഹൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അളവ് തന്നെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അല്ല, നമുക്ക് ഇതന്നെ വേണമെന്നില്ല, അറിയുന്നൊരളവായി മതി. ഇതിന്റെ നീളം നിങ്ങൾക്ക് കോലില് പറയാൻ പറ്റും. എത്ര കോലാന്ന് പറയാൻ പറ്റും? ഇതിന്റെ പറയാൻ പറ്റും കോല്. ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടില് ഉപയോഗിച്ച് വരുന്ന ഒരളവാണ് എന്ത്? കോല്. അപ്പൊ ഇത് എത്ര കോല നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. എന്തിനെ? ഒരു കോല് എത്രയാന്ന് അറിയണം, എന്നാലേ ഇത് എത്ര കോലെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഒരു കോല് എത്രയാന്ന് നിങ്ങൾക്ക് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോ അളക്കാൻ പറ്റുള്ളൂ. ഒരു കോല് എത്രയാന്ന് അറിയണം. അപ്പോ അളക്കണമെങ്കിൽ അറിയാത്തൊരളവ് അറിയാനാണ് അളക്കുന്നത്. നീളാണെങ്കിൽ നീളം, അങ്ങനെ അറിയുന്നൊരളവ് വേണം. ഒരു കോല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, കോലുകൊണ്ട് അളക്കാൻ പറ്റുമോ? എത്ര കോലെന്ന് പറയാൻ പറ്റുമോ? ഇനി നോക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു കോല് എങ്കിൽ നിങ്ങൾക്ക് അറിയാപ്പോ അല്ലെ, ഇത് ഇത്ര നീളത്തെയാണ് ഒരു കോല് എന്ന് ഞാൻ പറയുന്നത്. ഇത്ര നീളം എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ നീളമാണ്. അപ്പൊ ഒരു നീളത്തിന് നമുക്കൊരു പേര് കൊടുക്കണം. ഇത്രയും നീളത്തെ ഞാൻ ഒരു കോല് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് അളക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും നീളം നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇതാണ് ഒരു കോല് എന്നറിയാം. അപ്പൊ ഇത് വെച്ച് അളക്കുകയാണെങ്കിൽ നമ്മളിവിടെ വെക്കും 1, 2, ഏകദേശം 2.9, 2 പ്രാവശ്യം ഏകദേശം 9, അതിന്റെ 0.9 അത്രയും വെക്കണം. 3 തികയില്ല. അപ്പോൾ 2.9 കോല് എന്ന് പറയും. ഇത് 2.3 കോല് തികച്ചില്ല. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഒരു കോല് എത്രയാന്ന് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ കോലുകൊണ്ട് അളക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ നമ്മള് അളക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അറിയാത്തൊരളവ് അറിയാനാണ്. അതെങ്ങനെയാണ് അളക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു അളവ് വെച്ചിട്ട്, നീളമാണെങ്കിൽ നീളം. അപ്പൊ അറിയുന്ന ഒരു നിശ്ചയ നീളത്തെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും. ഒരു ഏകദേശം ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നീളത്തെയാണ് നമ്മൾ ഒരു അടിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നീളം എടുത്തു, ഈ നീളത്തെയാണ് നമ്മൾ ഒരു അടിന്ന് വെച്ചിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇത്ര നീളമാണ് നമ്മൾ ഒരു അടിന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്ര നീളം എടുത്തു. ഇത് ഒന്നാണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പേരിടണം. ഒന്നെന്ന് പേരിടുക. പിന്നെ നമ്മൾ ഇത് വെച്ച് അളക്കുമ്പോൾ ഇത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. അതാണ് അളക്കല്. അപ്പോ എന്താണ് ഒരു അളക്കാനുള്ള യൂണിറ്റ്? ഇതിപ്പോ ഇതില് ഒരു അടി യൂണിറ്റ്. നമ്മൾ ഇതുകൊണ്ടാണ് അളക്കുന്നതെങ്കിൽ ഇതാണ് യൂണിറ്റ്. അപ്പോൾ അളക്കാൻ ഉപയോഗിക്കുന്ന, അതായത് 1 എന്ന് നമ്മൾ പറയണത് എന്തിനാ? ഇതുകൊണ്ട് അളക്കുമ്പോൾ ഒരു പ്രാവശ്യം വെച്ചാൽ 1 എന്ന് പറയും. അപ്പൊ അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. അതേ സമയത്ത് ഇത്രയും ഇതിന്റെ നീളത്തെയാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത്? ഒരു അടിന്ന് വെക്കാൻ ഇതുകൊണ്ട് അളക്കുമ്പോൾ ഓരോ വട്ടം വെക്കുമ്പോൾ ഓരോ അടി അടിയിൽ പറയും. അപ്പൊ ഏതൊരു നീളം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേനയുടെ നീളം കൊണ്ട് അളക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുക ഇതിന്റെ നീളത്തെ ഒരു പേന എന്ന് പറയാം. ഇതിനൊരു പേരിടുക, ഒരു പേന. അപ്പൊ ഇതുകൊണ്ട് അളക്കുമ്പോൾ ഇത് 20 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ നീളത്തിലെ 20 പേന നീളുണ്ടെന്ന് പറയാം. അപ്പൊ ഏതൊരു അളവ് കൊണ്ടും നമുക്ക് അളക്കാം. അറിയുന്ന ഒരളവായിരിക്കണം, അതിനെ ഒന്നാക്കി എടുക്കുക. പിന്നെ അത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് വെച്ച് നോക്കുക, അറിയാത്ത അളവ്. അപ്പൊ എത്ര വട്ടം, ഇപ്പൊ 10 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ 10 ആ സാധനത്തിന്റെ പേര് പറയാം. ഇപ്പൊ നമ്മൾ മുറിയുടെ നീളം അളക്കുന്നതായിരിക്കുക. അപ്പൊ നമ്മൾ അളന്നപ്പോ ഒരു അടിയുടെ, ഇപ്പൊ ഇത്ര നീളം, ഇതിനെ നമ്മൾ ഒരു അടിന്ന് വെച്ചു. ഇപ്പൊ ഇത് നമ്മൾ 12 പ്രാവശ്യം വെക്കേണ്ടി വരികയാണെങ്കിൽ ആ മുറിയുടെ നീളം എത്രയെന്ന് പറയും? 12 അടി എന്ന് പറയും. 14 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ 14 അടി എന്ന് പറയും. അപ്പൊ ഈ മുറിയുടെ നീളം കിട്ടി. അറിയുന്ന അളവ് ഏതായിരുന്നു? അടി ഉപയോഗിച്ച്. അതൊരു കോല് വെച്ചും നമുക്ക് അളന്ന് പറയാം. കിണർ കുത്തുമ്പോൾ നമ്മൾ
കോല് വെച്ചിട്ടാണ് അളക്കുക. ഒരു കോലിന് കാശ് പറയുക. അപ്പോൾ അതായത് ഇത്ര ഒരു പ്രാവശ്യം ഒരാൾ ഒരു കിണർ ഇത്ര താഴത്തിൽ കുത്തിയാൽ ഒരു കോല് കുത്തി വരും, 2 പ്രാവശ്യം കുത്തിയാൽ 2 കോല് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അളക്കുക. അപ്പോൾ അളക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറിയാത്ത അളവിനെയാണ് അളക്കുന്നത്. അത് അറിയുന്ന ഒരളവ് വെച്ചിട്ടാണ്. ആ അറിയുന്ന അളവിനെ നമ്മൾ ഒന്നാക്കി പറയുക. അപ്പോൾ നമുക്ക് അളക്കാൻ പറ്റും. പിന്നെ നീളത്തെ അളക്കാൻ എന്താണ് വേണം? ഒരു നീളം തന്നെ വേണം അല്ലേ? ഇപ്പൊ ഇതൊരു നീളമാണ്, ഇതുകൊണ്ടൊരു നീളം അളക്കാം അല്ലേ? അപ്പോൾ നീളത്തെ അളക്കാൻ നീളമാണ് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു നീളം, അടിയുടെ നീളം, പേനയുടെ നീളം, അല്ലെങ്കിൽ സ്കെയിലിൻ്റെ നീളം, ഏതെങ്കിലും ഒരു നീളം വെച്ച് നമുക്ക് അളക്കാൻ. അപ്പോൾ നീളത്തെ അളക്കാൻ ഉപയോഗിക്കുക നീളം. ഇനി നോക്കുക, ഇത് ഈ ബോർഡ് നോക്കുക, അതിന് എന്തുണ്ട്? പരപ്പുണ്ട് ഇല്ലേ? പരപ്പിനെ നമ്മൾ എന്താ പറയുക? വിസ്തീർണം. അപ്പൊ വിസ്തീർണത്തെ അളക്കണം എന്ന് വിചാരിക്കുക, എന്താ ഉപയോഗിക്കാന്ന് അറിയൂ? അറിയുന്നൊരു വിസ്തീർണം വെച്ചാൽ നമുക്ക് അളക്കാൻ പറ്റുമോ? അറിയുന്ന ഒരു വിസ്തീർണം വെച്ചാണ് നമുക്ക് അളക്കാൻ പറ്റൂ. അതാണ് കണ്ടു മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുക, ഇതിന് വേണമെങ്കിൽ ഇത് കണ്ടു ചതുര അല്ലേ? ഇതിനൊരു പരപ്പുണ്ട് ഇല്ലേ? ഈ ചതുരത്തിന് ഒരു പരപ്പുണ്ട്. ഈ ചതുരത്തിന്റെ പരപ്പിനെ നമുക്ക് ഒന്നാക്കി എടുക്കാം. മനസ്സിലായ? ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ പറയാ, ഇതിന്റെ നീളത്തെ ഒരു സ്ക്വയർ ചാണെന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ, ഇതിന് ഒരു പേരിടുക നമുക്ക്. ഈ നീളത്തെ ഒരു സ്ക്വയർ ചാൺ. എന്താ പേരിട്ടത്? ഇതിന്റെ പരപ്പിനെ ഒരു സ്ക്വയർ ചാണെന്ന് പേരിടുക. അപ്പൊ നമുക്ക് ഇതിന്റെ വിസ്തീർണം വെച്ച് ഇതിന്റെ കാരണം ഇതിങ്ങനെ വെച്ച് അളക്കാം. 1, 2, 3, 4, 5, പിന്നെ ഇങ്ങനെ അളക്കാം. 7, 8 ഇങ്ങനെ അളന്ന് പോയിട്ട് കംപ്ലീറ്റ് ഫില്ലാകുമ്പോൾ നമുക്ക് പറയും, ഞാൻ ഇത് വെച്ച് അളന്നപ്പോ 63 പ്രാവശ്യം വിട്ടും വിചാരിക്കുക. ഈ പരപ്പ് 63 പ്രാവശ്യം വെച്ചപ്പോഴാണ് ഇത് കവർ ചെയ്താൽ വിചാരിക്കുക. അപ്പൊ അതിന്റെ വിസ്തീർണത്തിന്, ഇതിന്റെ ഒരെണ്ണത്തിന്റെ വിസ്തീർണത്തിനെ പറഞ്ഞ ഒരു സ്ക്വയർ ചാൺ. എത്ര? സ്ക്വയർ ചാൺ എന്ന് നമ്മൾ പേരിട്ടു. ഈ വിസ്തീർണത്തിന് ഇതിനെ അളക്കുമ്പോൾ ഈ അളവിനെ ഒന്നാക്കി എടുക്കുമ്പോൾ നമ്മൾ ഇതിനൊരു പേരിടണം. ഇതിനെന്തിട്ട ഞാൻ? സ്ക്വയർ ചാൺ. ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു സ്ക്വയർ ചാൺ എന്ന് പറയും. ഒരു ചാൺ നീളവും ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും കൊണ്ട് സ്ക്വയർ ചാൺ എന്ന് പേരിട്ടു. അപ്പോൾ ഇത് അളന്ന് നോക്കിയപ്പോൾ 63 കിട്ടിയെന്ന് വെച്ചാൽ 63 പ്രാവശ്യം വെക്കേണ്ടി വന്നു. ഇങ്ങനെ വെച്ച് അളക്കും, ഇങ്ങനെ വെച്ച് അളന്ന് പോവില്ലേ? ആകെ ഇതുപോലത്തെ 63 ഏരിയ പരപ്പ് ഇതിനുണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ വിസ്തൃതി എന്തെന്ന് പറയും? 63 സ്ക്വയർ ചാൺ എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ട് അളന്നത്? നമ്മൾ ഇതുകൊണ്ട്. അപ്പൊ ഏതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അളക്കാം. അറിയുന്നത് ഇതറിയില്ല, ഇതറിയുന്നതാ. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ അളക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഇതിന്റെ ചാനൽ നമുക്കറിയാം, ഇത് കണ്ട് നമ്മുടെ മനസ്സിലുണ്ട് ഇല്ലേ? വേണമെങ്കിൽ ഇതുകൊണ്ടും ഈ ബോർഡിന്റെ ഇത് അളക്കാം, ബോർഡിന്റെ വിസ്തൃതി അളക്കാം. അപ്പോൾ ഇതുകൊണ്ട് അളക്കുമ്പോൾ ഇതിന്റെ വിസ്തൃതി ആയിരിക്കും എന്തോ ഒന്നാക്കി എടുക്കുക. അപ്പൊ ഇതിനൊരു പേര് ഇടുക. എന്ത് ചെയ്യുക? ഇതിന് കെ എന്ന് പേരിട്ടു. ഒരു സ്ക്വയർ കെ എന്ന് പേര്, എന്താ പറയാ? കെ എന്ന് പേരിട്ടു. അപ്പൊ നമ്മൾ അളക്കുമ്പോൾ 1, 2 അങ്ങനെ നമ്മൾ 3 അങ്ങനെ വെച്ച് കംപ്ലീറ്റ് അളന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ എത്ര ഉണ്ട് പരപ്പുണ്ട് നോക്കാൻ പറ്റും. ഇതിന്റെ പേര് നമ്മൾ സ്ക്വയർ ഫീറ്റ് എന്ന് ഇടുകയാണെങ്കിൽ ഇതിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഏത് വേണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു അളവിനെ നമ്മൾ ഒരു വിസ്തൃതിയെ അളക്കാൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് അളക്കുക. അറിയാത്ത ഒരു അളവിനെ അളക്കുക. എന്ന പോലെ നമ്മൾ ബലത്തെ അളക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ബലം അറിയാത്ത അളക്കണം. എന്തുകൊണ്ട് അളക്കുക നമ്മൾ? അപ്പോ നീളത്തെ അളക്കാൻ നീളം കൊണ്ട്, വീതി അളക്കാൻ വ്യാപ്തത്തെ അളക്കാൻ വ്യാപ്തം കൊണ്ട്, വിസ്തൃതി അളക്കാൻ വിസ്തൃതി കൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊരു പ്രതിഭാസത്തെ അളക്കുക, ആ പ്രതിഭാസത്തിനെ നമുക്ക് അറിയുന്ന ഒരളവ് വെച്ചിട്ടാണ് അളക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോഴ്സിനെ അളക്കാൻ എന്തുകൊണ്ടായിരിക്കും അളക്കുക? അതൊന്ന് പറയുന്നത് നിങ്ങൾ.
എന്തുകൊണ്ടായിരിക്കും വിളക്കുക? മറ്റൊരു അറിയുന്ന ഫോഴ്സ്. എന്താണ്? അറിയുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ ഒരു ഫോഴ്സ് അറിയണം. അറിയാത്തൊരു ഫോഴ്സ് അളക്കണമെങ്കിൽ അറിയുന്നൊരു ഫോഴ്സ് നമുക്ക് ഉണ്ടാവണം. ആ ഫോഴ്സ് 5 ഇരട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി എന്ന് നമ്മൾ വിളിക്കും. 6 ഇരട്ടി ഉണ്ടെങ്കിൽ 6 എന്ന് പറയും. അപ്പോൾ ആ ഫോഴ്സിന് ഒരു പേരിടണം. അറിയുന്ന ഫോഴ്സിന് പേരിടുക. അങ്ങനെയാണ് നമ്മൾ അളക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ കുട്ടിയുടെ സംശയത്തിലേക്ക് വരാം. എന്തായിരുന്നു കുട്ടിയുടെ സംശയം? ആ കുട്ടിയുടെ സംശയം ഇതായിരുന്നു. മാസ്, അതായത് മാസ് എന്നുള്ള മാസ് അല്ല, ഫോഴ്സ് എന്നുള്ളത് ആനുപാതികം മാസ് 1, ഫോഴ്സ് എന്നുള്ളത് ആനുപാതികം ഇത് ഇത് മാസ്, ഇത് എന്നുള്ളത് ആക്സിലറേഷൻ, ഇത് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് എഫ് എന്നുള്ളത് ഫോഴ്സ് കിട്ടുക. ആൻഡ് എഫ് എന്നുള്ളത് ഫോഴ്സ്. എഫ് എന്നുള്ളത് നമുക്ക് പഠിച്ചു വെച്ചത് കെ ഇൻറ്റു നമ്മൾ പഠിച്ചത് കെ ഇൻറ്റു എം എ. നമുക്ക് പഠിച്ച റേറ്റ് ആണ്. ഇത് ഫോഴ്സ് തന്നെയായിരിക്കും. കെ എന്നുള്ള എന്തായിരിക്കും? നമുക്ക് ഫോഴ്സ് ആണെങ്കിൽ ഇത് എന്തായാലും ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും. ഇത് ഒരു യൂണിറ്റിന്റെ ഫോഴ്സ് ആയിരിക്കും അല്ല, നമ്മൾ പഠിച്ചു എപ്പോഴും ഒരു യൂണിറ്റിന് വെച്ചാൽ ഇതിന്റെ വില 1 വരുമ്പോൾ എം എ 1 എഫ് എന്നുള്ളത് എന്തിന് തുല്യമായിരിക്കും? ഈ കെ തന്നെയായിരിക്കും അല്ലേ? അതായത് എം എ എങ്ങനെയാണെങ്കിൽ ഇത് 1 വരുമ്പോൾ എഫ് ഈക്വൽ ടു കെ ആയിരിക്കും അല്ലേ? എഫ് അപ്പൊ കെ എന്ന് പറഞ്ഞ എഫ് തന്നെ ആയിരിക്കും എപ്പോൾ എം എന്നുള്ളത് 1 വരുമ്പോൾ. എപ്പോഴാണോ എം എ 1 വരിക? എം എന്നുള്ളത് 1 യൂണിറ്റ്, മാസ് എന്നുള്ളത് 1 kg അങ്ങനെ വരിക, 1 യൂണിറ്റ് വരിക. ആക്സിലേഷൻ വെച്ചാൽ 1 m/s² വരിക. അപ്പൊ എം 1 വരിക, എ 1 വരുമ്പോൾ 1/1 വരില്ലേ? അന്നൊരു സാഹചര്യത്തിലാണ് ഇത് 1 വരിക. അപ്പൊ എം എയുടെ വില 1 വരിക എന്ന് പറഞ്ഞാൽ മാസ് 1 ആയിരിക്കുക, ആക്സിലേഷൻ 1 ആയിരിക്കുക. 1/1 എത്ര വരിക? 1. അപ്പൊ മാസും എം 1 ആയിരിക്കില്ലേ? എപ്പോഴും 1 ആയിരിക്കും. മാസും ആക്സിലേഷനും ഓരോ യൂണിറ്റ് ആയിരിക്കുമ്പോൾ അപ്പോൾ 1 യൂണിറ്റ് ആയിരിക്കും. ഇതിപ്പോ 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ് ആയിരിക്കുമ്പോൾ കെയുടെ എഫിന്റെ വില കെ ആയി. അതായത് ഫോഴ്സ് എന്നുള്ളത് കെക്ക് തുല്യമായിരിക്കും. അതാ കെയുടെ വില ഫോഴ്സിന് തുല്യമായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കെയുടെ വില എന്നുള്ളത് ഫോഴ്സ് തന്നെയാണ്, അഥവാ ബലം തന്നെയാണ്. എപ്പോഴത്തെ ബലം? മാസ് 1 യൂണിറ്റ്, അതായത് 1 കിലോഗ്രാം മാസും 1 കിലോഗ്രാം മാസും 1 m/s ആക്സിലേഷനുമുള്ള ഒരു വസ്തു ഉപയോഗിക്കുന്ന ബലമാണ്. അത് ഉണ്ടായിരിക്കുമ്പോൾ അതിനുണ്ടാക്കാൻ പറ്റുന്ന ബലം കെ ആയിരിക്കും. ആ കെ ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത്രയും മനസ്സിലായല്ലോ. കെ എന്നുള്ള ബലമാണെന്ന് മനസ്സിലായി. എം എ 1 വരുമ്പോഴത്തെ ബലമായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും 1 കിലോ ഭാരമുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതിൽ കുറച്ച് സാധനം നിറച്ചിട്ടുണ്ട്, ഞാൻ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന് 1 കിലോയുടെ സാധനങ്ങളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണ്? 1 കിലോന്റെ സാധനങ്ങൾ ഇതിലുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ നിറച്ചിട്ടുണ്ട്. ഇതിൽ 1 കിലോ ഉണ്ട് അത്. അപ്പൊ ഇതിന് എത്ര ഭാരമുണ്ട്? 1 കിലോ ഭാരമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 1 കിലോ ഭാരമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ബോക്സിന് 1 കിലോ ഭാരമുള്ള ഈ ബോക്സ് 1 m/s ആക്സിലേഷനിൽ ഉണ്ടെങ്കിൽ ഇതുമ്പോ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയോ? അതിന് നമ്മൾ അപ്പോ അറിയണം. ആദ്യം ഒരു ബലം അറിയണം നിങ്ങൾക്ക്. 1 കിലോ മാസും 1 m/s ആക്സിലേഷനും ഇതിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിമ്പോ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയാന്നർത്ഥം? ഒരു നിശ്ചിത ബലം ഉണ്ടാവും അല്ലേ?
എന്തായാലും ഇതും ഒരു നീങ്ങണ്ടെങ്കിൽ ഇത് വെറുതെ ഇത് ഇരുന്ന് നീങ്ങും. ഇങ്ങനെ നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് ചെലുത്തിയിരിക്കണം, വേണ്ടേ? എന്നാലും നീങ്ങുള്ളൂ. അപ്പൊ ഒരു ഫോഴ്സ് ചെലുത്തിയിരിക്കണം, അപ്പൊ നീങ്ങും. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവും അല്ലെ? നീങ്ങണമെങ്കിൽ വേഗതയിൽ വ്യത്യാസം വരണ്ടേ? അപ്പോഴേ നീങ്ങുക. അപ്പൊ ആക്സിലറേഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഇത് 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇതുമ്പോ എത്ര പ്രയോഗിച്ചിട്ടുണ്ട്? ഒരു നിശ്ചിത ബലം പ്രയോഗിച്ചിട്ടുണ്ട് ഞാൻ, ഇല്ലേ? അത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നോക്കുക, ഇത് എൻ്റെ കയ്യിലൊരു സാധനം കാണുന്നുണ്ട്, ഇല്ലേ? ഇതൊരു നട്ടാണ്. എന്താണ്? ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് മധുരമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര കണ്ട് മധുരമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും? ഞാൻ കടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പൊ അത് പഞ്ചസാരയുടെ മധുരമാണോ, കരിമ്പിന്റെ മധുരമാണോ, പഴത്തിന്റെ മധുരമാണോ? അങ്ങനെ പല മധുരങ്ങളുണ്ട്, ഇല്ലേ? അല്ല ഞാവൽപ്പഴം തിന്നുമ്പോഴത്തെ മധുരമാണോ? എങ്ങനെ ഒരു ഐഡിയ ഇല്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് അത് ഇതിപ്പോ നിറം ചോദിച്ചു കഴിഞ്ഞപ്പോ കാണിച്ചെന്നാ കാണാം, അല്ലേ? ഇതിനെന്താ കളർ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ കളറ്? തവിട്ട് കളറ് അല്ലേ? ബ്രൗൺ കളർ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇത് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ മധുരം ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മധുരമുണ്ട്, നല്ല രസമുള്ള മധുരമുണ്ട്. ആ രസത്തിനെ നിങ്ങൾക്ക് അറിയൂ? ഇല്ലേ? എന്തുകൊണ്ടാണ് അറിയാത്തത്? ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അനുഭവിക്കണം. എന്താണ്? അപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു വിചാരിക്കുക സാധനം, എന്നിട്ട് നിങ്ങൾ ഒരു കടി കടിച്ചു വിചാരിക്കുക. അപ്പൊ ആ മധുരം ഞാൻ പറഞ്ഞ മധുരം ഏത് മധുരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ മധുരം എത്ര കണ്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അനുഭവിക്കണം. അപ്പൊ ഇത് 1 മീറ്റർ/സെക്കൻഡിൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോ ഇതിപ്പോ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എത്രയാന്ന് നിങ്ങൾക്ക് അറിയണം എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ ഫോഴ്സ് കാണാൻ പറ്റൂ? കാണാൻ പറ്റില്ലേ? അപ്പൊ അത് എത്ര ഫോഴ്സ് ഉണ്ട് എങ്ങനെ അറിയാ? കാരണം നിങ്ങൾക്ക് ഒരു അറിയണ ഫോഴ്സ് അളക്കണമെങ്കിൽ എന്ത് വേണം? അറിയണ ഫോഴ്സ് വേണ്ടേ? എന്നാലല്ല അറിയാത്ത ഫോഴ്സിന് നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല. അറിയുന്ന ഒരു ഫോഴ്സ് വേണ്ടേ? പക്ഷെ നിങ്ങൾക്ക് ഇതിനെ അറിയണ ഫോഴ്സ് ആക്കണം. ഇത് 1 കിലോ ഭാരണ്ടല്ല. ഞാൻ നിങ്ങളുടെ മേത്തേക്ക് ഇതൊന്ന് എറിഞ്ഞാൽ നിങ്ങളുടെ മേത്തൊന്ന് ഇട്ടിക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്ന് ഫോഴ്സ് ഉണ്ടെന്നില്ലേ? എങ്ങനെ? 1 കിലോ ഭാരമുള്ള ഈ സാധനം നിങ്ങളുടെ മേത്ത് 1 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ താഴത്തേക്ക് വീഴുക. അത് അതിന്റെ വെലോസിറ്റി 0 ആവുക എന്ന് വിചാരിക്കുക. അതായത് അങ്ങനെ വീഴുകയാണെങ്കിൽ അതും ആക്സിലറേഷൻ എത്രയായിരിക്കും അറിയൂ? 1 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മേത്ത് വന്ന് ഈ സാധനം ഇടിച്ച് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ മേത്ത് ഉണ്ടാക്കിയ ഫോഴ്സ് ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. ആ ഫോഴ്സാണ് 1 കിലോഗ്രാം 1 മീറ്റർ/സെക്കൻഡിൽ ഉള്ള ഫോഴ്സ്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അതായത് 1 കിലോ ഭാരമുള്ള സാധനം 1 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷൻ ഉണ്ടാക്കിയിട്ട് ഇടിച്ച് നിങ്ങളുടെ മേത്ത് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ മേലുണ്ടാക്കിയ ഫോഴ്സ് എത്രയായിരിക്കും? ഒരു നിശ്ചിത ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഫോഴ്സ് എത്രയാന്ന് മനസ്സിലാവും, ഇല്ലേ? അതോടുകൂടി നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ ഫോഴ്സ് എത്രയാന്ന് മനസ്സിലാവും. ആ ഫോഴ്സിന് നമുക്കൊരു പേരിടണ്ടേ? അറിയുന്ന ഫോഴ്സ് ആയില്ലപ്പോ അത്. ആ ഫോഴ്സിന് ഒരു പേരിടണ്ടേ? ഒരു പേര് നമുക്ക് 1 ന്യൂട്ടൺ എന്ന് പറയാം. എന്താ പറയാ? 1 ന്യൂട്ടൺ. അപ്പൊ എന്താ 1 ന്യൂട്ടൺ? 1 കിലോഗ്രാം ഭാരത്തിൽ 1 മീറ്റർ/ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ അത് മൂവ് ഉണ്ടെങ്കിൽ അതുമ്പോൾ ചരിച്ച ബലത്തിലായിരിക്കും 1 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് പിടികിട്ടുമല്ലോ ഒരു ഫോഴ്സ് എത്രയാന്ന്. ഇപ്പൊ നിങ്ങൾക്ക് 2 ന്യൂട്ടൺ എത്രയാന്ന് അറിയാം. ഇതിന്റെ ഇരട്ടി, മറ്റേന് 3 ഇരട്ടി 3 അറിയാം, ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇല്ലേ? എന്താണ്? അപ്പൊ അറിയുന്ന ഒരു ഫോഴ്സ് ആദ്യം ആക്കുക. അപ്പൊ നമുക്ക് പിന്നെ അളക്കാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാം. അപ്പോ എന്താണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാല്? 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ മൂവ് ചെയ്യണമെങ്കിൽ അതുമ്പോൾ ചെലുത്തിയിട്ടുള്ള ഫോഴ്സ് എത്രയാണ്? 1 ന്യൂട്ടൺ. അപ്പോ ഇത് അപ്പോൾ നമുക്ക് ഇത് ഒന്നായിരിക്കുമ്പോൾ എം 1 kg യും 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുമ്പോൾ ഇതിന്റെ വില അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്നുള്ളത് എന്താ പറയാ നമ്മള് 1 യൂണിറ്റിന്റെ ഫോഴ്സ് അല്ലേ? അപ്പൊ ആ വസ്തു ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? അതുണ്ടാക്കുന്ന ഫോഴ്സ് അപ്പോ അതിനെ പേരിടുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പേരിടുകയാണെങ്കിൽ അല്ലേ, ഈ കെയുടെ വില എത്രയായിരിക്കും? അപ്പോ 1 ന്യൂട്ടൺ. ആ ഫോഴ്സ് K ഈക്വൽ ടു 1 ന്യൂട്ടൺ. K ഈക്വൽ ടു 1 ന്യൂട്ടൺ. K ഈക്വൽ ടു 1 ന്യൂട്ടൺ. അപ്പൊ F എന്നുള്ളത് 1 ന്യൂട്ടൺ. അപ്പൊ F എന്നുള്ളത് 1 ന്യൂട്ടൺ ആവും ഇല്ലേ? അപ്പോ ഒരു മാസ് 1 കിലോഗ്രാമും ആക്സിലറേഷൻ 1 മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കുമ്പോൾ ഉള്ള ഫോഴ്സിനെ നമ്മൾ ന്യൂട്ടൺ ഇടുകയാണെങ്കിൽ ഇതൊന്ന് ഇരിക്കുമ്പോൾ അതിനെ 1 ന്യൂട്ടൺ എന്ന് വിളിക്കാൻ വിചാരിക്കുക. ആ ഫോഴ്സിനെ 1 ന്യൂട്ടൺ എന്ന് വിളിക്കാം. അപ്പോ നമുക്ക് മനസ്സിലായി 1 ന്യൂട്ടൺ എത്രയാണ് അല്ലേ? K എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒന്നായിരിക്കുമ്പോഴത്തെ K ആണ്. ഒരു K ഫോഴ്സ് ആണ് ഉള്ളത് അല്ലേ? Kയുടെ വില എന്നുള്ളത് എത്രയായിരുന്നു നമുക്ക് മനസ്സിലായി? എമ്മയുടെ വില 1 ആയിരിക്കും. 1 ആയിരിക്കുമ്പോഴുള്ള ആ ഫോഴ്സിന് എത്രയാണ്? ഇങ്ങനെ രണ്ടും 1 ആയിരിക്കുമ്പോഴുള്ള ഫോഴ്സിന് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? 1 ന്യൂട്ടൺ. അപ്പൊ Kയുടെ വില എത്രയായിരിക്കും? അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സിനെ Kയുടെ വില അപ്പൊ ആ ഫോഴ്സ് കുറച്ച് അളക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ വേറെ അതിനെ അളക്കുകയാണെങ്കിൽ ഫോഴ്സുകളെ അളക്കുകയാണെങ്കിൽ എന്തിലാ പറയാ? ന്യൂട്ടണിലാണ് പറയുക അല്ലേ? അപ്പൊ ഇവിടെ അവിടുത്തെ ഇത് റേറ്റ് അല്ലേ? റേറ്റ് എന്ന് വെച്ചാൽ ഇത് 1 ആയിരിക്കുമ്പോഴത്തെ വിലയല്ലേ? 1 ആയിരിക്കുന്ന വില എത്രയാന്ന് കിട്ടിയത്? ന്യൂട്ടൺ അല്ലേ? അപ്പൊ Kയുടെ വില 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ. എപ്പോൾ ഇത് 1 kg 1 ആയിരിക്കുമ്പോൾ മനസ്സിലായി? അപ്പൊ Kയുടെ വില നമുക്ക് 1 ന്യൂട്ടൺ എടുക്കാം. ഇത് 1 കിലോഗ്രാമും ഇത് 1 മീറ്റർ പെർ സെക്കൻഡ് എടുക്കൽ 1 ന്യൂട്ടൺ എടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അളക്കാനായിട്ട് ആ ഫോഴ്സിനെ അളക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ന് പറയാം F ഈക്വൽ ടു 1 ഇൻറ്റു MA എന്ന് പറയാം അല്ലേ? അപ്പൊ F ഈക്വൽ ടു എന്തെന്ന് പറയാം? MA ന്യൂട്ടൺ. അപ്പൊ കിട്ടുന്ന അളവൊക്കെ എന്തിൽ പറയണമെന്ന് മാത്രം ന്യൂട്ടണിൽ പറയാം. MA ന്യൂട്ടൺ ആണെന്ന് പറയാം. മനസ്സിലായ? അപ്പൊ K എപ്പോഴാണ് ന്യൂട്ടൺ എന്ന് 1 ആക്കി എടുക്കുക? അതായത് മാസ് 1 കിലോ യൂണിറ്റും ആക്സിലറേഷൻ 1 യൂണിറ്റ് ഇതായിരിക്കുമ്പോ Kയുടെ വിലയെ നമുക്കപ്പോ ആ ബലത്തെ ഒരു റേറ്റ് ആണല്ലോ വരിക. ഇവിടെ ഒരെണ്ണത്തിന്റെ വിലയല്ലേ വരിക. അപ്പൊ ഇത് 2 ഒന്നായിരിക്കുമ്പോ വരുന്ന ആ ബലത്തെ നമുക്ക് ഒരു പേരിടുന്നു 1 ന്യൂട്ടൺ. അതിനൊരു ന്യൂട്ടൺ പേരിടുന്നു. അപ്പോ നമുക്ക് എന്തെന്ന് പറയാം? ഇതിനെ ഇത് 1 ന്യൂട്ടൺ വിളിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി K ഇപ്പൊ 1 ആക്കി എടുക്കാം. അതായത് എമ്മും എന്നും എമ്മും എയും യഥാക്രമം 1 കിലോഗ്രാമും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കുമ്പോൾ രണ്ടിന്റെ ഗുണവില 1 ആയിരിക്കും. 1 ആയിരിക്കുന്ന വിലേനെ നമ്മൾ ആ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ നമ്മൾ ന്യൂട്ടൺ എടുക്കുകയാണെങ്കിൽ Kയുടെ വില എത്രയായിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ നമുക്ക് 1 ന്യൂട്ടണിന് Kയുടെ വിലയ്ക്ക് കൊടുത്തുകൊണ്ട് കണക്കുകൾ ചെയ്യാം. അപ്പൊ ഉത്തരം ആ ഫോഴ്സ് ഒക്കെ ന്യൂട്ടണിൽ പറഞ്ഞാൽ മതി. എത്ര മാത്രം അതേ ഉള്ളൂ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പൊ നമ്മൾ ഈ ബോർഡിന് വിസ്തീർണം ഉണ്ട് വിചാരിക്കുക അല്ലേ? ഈ ബോർഡിന് വിസ്തീർണം ഉണ്ട്. നമുക്കറിയാം വിസ്തീർണം എന്നുള്ളത് നമുക്ക് എന്തിന്? വിസ്തീർണത്തെ നമ്മൾ A കൊണ്ട് സൂചിപ്പിക്കാം. A എന്നുള്ളത് നമുക്കറിയാം നീളത്തിനും വീതിക്കും ആനുപാതികന്ന് പഠിച്ചു ഇല്ലേ? അപ്പൊ A സമം K ഇൻറ്റു LB നമ്മൾ പഠിച്ചു അല്ലേ?
അപ്പൊ ഈ ഇതെന്താണ്? നമുക്ക് ഏതുകൊണ്ടാണ് അളക്കുന്നത്? അതിന്റെ വാല്യാണ്. അപ്പൊ നമുക്ക് അല്ലേ, അത് നമ്മളിത് മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം. അപ്പൊ ഞാൻ ഈ ബോർഡ് അളക്കുന്നത് ഇതുകൊണ്ടാണ്, ഈ ബോർഡ് അളക്കുന്നത് ഇതുകൊണ്ടാണ് വിചാരിക്കുക. അപ്പൊ ഇതുകൊണ്ട് അളക്കുമ്പോ ഇതില്ലേ, ഇതിന്റെ വിസ്തീർണം എങ്ങനെ ഏതായിരിക്കും? ഇതിന്റെ വിസ്തീർണം ഇൻറ്റു അല്ലേ, ഇതിന്റെ വിസ്തീർണത്തിന് തൽക്കാലം കെ എന്ന് കൊടുക്കുക. ഇതിന്റെ വിസ്തീർണം നമുക്ക് അറിയില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? ഇതിന്റെ വിസ്തീർണം നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തത് കൊടുക്കുക? കെ എന്ന് കൊടുക്കുക. ഇതിന്റെ വിസ്തീർണം ഞാൻ ഒരു പേരിട്ട് കെ. എത്രയാണ്? കെ. അപ്പോ ഈ കെ എത്ര നീളമുണ്ടോ ഇവിടുന്ന് നമുക്ക് 1, 2, 3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. നീളം 3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. വീതി 1, 2, 2.5 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായിരിക്കും? കെ 3 നീളം ഉണ്ടെങ്കിൽ 3 കെ അല്ലേ ഇൻറ്റു ബി. അപ്പൊ ഒരു വരിക്ക് കിട്ടും. അങ്ങനെ 2.5 വരിക്ക് ഇൻറ്റു 2.5 വരും അല്ലേ. എ സമം കെ ഇൻറ്റു 3 5 15 ബാക്കി 1 3 2 6 7 അല്ലേ. എ സമം കെ ഇൻറ്റു 7.5. ഇത് കിട്ടുന്ന എത്ര? അപ്പോ അത്ര കെ എ സമം 7.5 കെ ആയിരിക്കും അതിന്റെ വിസ്തീർണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കെ എന്നുള്ളത് എന്താണ്? ഒരെണ്ണത്തിന്റെ വിസ്തീർണം. കെ എന്നുള്ളത് ഒരെണ്ണത്തിന്റെ വിസ്തീർണം. അത് മനസ്സിലായല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് കെയിൽ ഉത്തരം വന്നത്? ഇത് നമ്മൾ കെ ആയിട്ട് എടുത്തു. കെ ആയിട്ട് എടുത്തു, വേറൊന്നും അറിയാത്തത് കൊണ്ട്. ഇനി നോക്കുക, ഇത് നമ്മൾ സെന്റിമീറ്റർ, ഇത് നമ്മൾ ഇങ്ങനെ അളന്നു നോക്കിയപ്പോൾ നമ്മൾ 12 ഇഞ്ച്. അപ്പൊ ഇതിന്റെ 144 സ്ക്വയർ ഇഞ്ച് ഞാൻ വിചാരിക്കുക. അപ്പോ ഇത് അളന്നു നോക്കിയപ്പോ എത്രയാണ് കിട്ടി? കെ എന്നുള്ളത് 144 സ്ക്വയർ ഇഞ്ച്. എന്താണ്? സ്ക്വയർ ഇഞ്ച്. അങ്ങനെ എഴുതും, 44 സ്ക്വയർ ഇഞ്ച്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്കാക്കുക? ഇതിന്റെ ലെങ്ത് എത്രയായിരുന്നു? 3. വെഡ്ത്ത് എത്രയായിരുന്നു? വിഡ്ത്ത് 2.5. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് എ അല്ലേ. എ എന്നുള്ള എങ്ങനെ കണക്കാക്കി? നേരത്തെ കണക്കാക്കിയത് കെ ഇൻറ്റു 3 ഇൻറ്റു 2.5 അല്ലേ. അപ്പൊ നമ്മള് അതിൽ കെയിൽ ഉത്തരം കണ്ടു. പക്ഷെ ഇത് നമ്മള് ഇത് കണക്കാക്കിയപ്പോ കെ എന്നുള്ളത് നമ്മള് നീളം വീതി അളന്ന് നോക്കിയപ്പോ എത്രയെന്ന് കിട്ടി? ഇത് യൂണിറ്റ് അല്ലേ. ആ യൂണിറ്റ് എത്രയെന്ന് വെച്ചാൽ 44 സ്ക്വയർ ഇഞ്ചാന്ന് മനസ്സിലായി. നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? 144 ആയിട്ട് കണക്കാക്കാം കെ അല്ലേ. കെ ഇൻറ്റു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉത്തരം പറയണമെന്ന് മാത്രം. ഇതിലിപ്പോ 144 കെ എന്നുള്ളത് 144 സ്ക്വയർ ഇഞ്ച് സ്ക്വയർ അല്ലേ. ഉത്തരം വരിക അത്ര. ഇതിന് പെരുക്കുമ്പോൾ അത്ര ഇഞ്ചിന്ന് കിട്ടും, ഇഞ്ച് സ്ക്വയറിന് കിട്ടും. 2 വരുമ്പോ മൊത്തം ഗുണിക്കുമ്പോ അത്ര ഇഞ്ച് സ്ക്വയറിന് ഉത്തരം കിട്ടും അല്ലേ. അപ്പൊ ഇഞ്ച് സ്ക്വയറിൽ ഉത്തരം കിട്ടും. ഇനി നോക്കുക, അപ്പൊ ഇവിടെ കെയുടെ വില കെ വില കൊടുത്തിട്ട് ഉത്തരം കാണാം അല്ലേ. ഇപ്പൊ ഇവിടെ കെയുടെ വില എത്തിയിട്ട് ഉത്തരം എടുത്ത അപ്പൊ 144 ഇട്ട് ചെയ്യണം. കെ എന്നുള്ളത് അങ്ങനെ 144 ഇട്ട് ചെയ്യണം. അറിയില്ലെങ്കിൽ കെ ഇട്ട് ചെയ്യാം. അറിയുന്ന വെച്ചാൽ കെയുടെ വില 144 മനസ്സിലാക്കിയാൽ 144 ഇട്ട് ചെയ്യാം. ഇനി നോക്കുക, ഇതിപ്പോ 144 ഇഞ്ച് എന്നല്ല ഇട്ടത്. ഇത് അളവ് നോക്കിയപ്പോ ഇതൊരു അടി എന്ന് മനസ്സിലായി വിചാരിക്കുക. എന്താണ് അടി? അപ്പൊ ഒരു അടി നീളം അപ്പൊ ഒരു സ്ക്വയർ അടിയാണിത്. കെ എത്രയെന്ന് കിട്ടി? അടിയിലാണ് നോക്കിയപ്പോ അത് കെ എന്നുള്ള എത്രയെന്ന് കിട്ടി? 1 അടി എന്നുള്ള എഫ് സ്ക്വയർ. ഒരു അടി ഫീറ്റ് നടത്തുന്ന എഫ് 1 ഫീറ്റ് സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇക്വൽ ടു എന്തെന്ന് എഴുതാം? 1 കൊടുക്കാം. അപ്പൊ കെ ഇക്വൽ ടു 1 ഇൻറ്റു അല്ലേ 1 ഇൻറ്റു എൽ ഇൻറ്റു ഡബ്ല്യു എന്ന് വെച്ചാൽ എസ് ഇക്വൽ ടു എൽ. ഒന്നായി കാരണം എടുക്കേണ്ട കാര്യമില്ല അല്ലേ. എൽ ഡബ്ല്യു കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ പറയാ? എൽ ഡബ്ല്യു എന്ന് എഴുതാ വെച്ചാല് 3 ഇൻറ്റു
2.5. ഉത്തരം എന്തിൽ പറയണം? A സമം 7.5 എന്തെന്ന് പറയണം? സ്ക്വയർ ഫീറ്റ് എന്ന് പറയണം. അപ്പൊ ഇതിൽ സ്ക്വയർ ഇതിനെ സ്ക്വയർ ഫീറ്റ് ആക്കിയല്ലേ? ആ ഗുണിച്ച് കിട്ടുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് എന്നല്ലേ കിട്ടുക? അപ്പൊ സ്ക്വയർ ഫീറ്റിൽ പറയണം. അപ്പൊ ഇതില് കേടെ വില എന്താക്കി എടുത്തു? നമ്മള് 1 സ്ക്വയർ ഫീറ്റ് ആക്കിയിട്ട് എടുത്തു. മറ്റേല് നമ്മൾ എന്താക്കി എടുത്തു? സ്ക്വയർ ഫീറ്റ് ആക്കി എടുത്തു. 144 ആക്കി എടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഒന്നാക്കി എടുക്കാം. എങ്ങനെയാണെങ്കിൽ ആ അളവിനെ ഒന്നാക്കി എടുക്കുമ്പോ ഇതില് LB ആയില്ലേ? ഇവിടെ കണ്ട വെറും LW ആയില്ലേ? ഒന്നാക്കി എടുത്ത എങ്ങനെ? അപ്പൊ നമ്മള് ഇതിനെ 1 എടുത്തപ്പോ അപ്പൊ ഇതിൽ K ഇല്ലാണ്ടായി വരും അല്ലേ? 144 എടുക്കാം. സ്ക്വയർ ഇഞ്ചിൽ എടുക്കുമ്പോ 144 സ്ക്വയർ ഇഞ്ചില് ഉത്തരം വരും. മനസ്സിലായ? ക്ലിയർ ആയോ? ഇപ്പൊ 2 സംശയം തീർന്നില്ലേ? അപ്പൊ എപ്പോഴാണ്, അതായത് നമുക്ക് ആ കേന അറിയില്ല എങ്കിൽ വേണമെങ്കിൽ അതിന് വില കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആ വിലയെ അളക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ 1 പേരിട്ട് എടുക്കുകയാണെങ്കിൽ കേട വില 1 ആക്കി എടുക്കാം. 2 തരത്തിലും ചെയ്യാം. ഒരു മിനിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിന്? ഓക്കെ, എന്നാൽ നമുക്ക് ഈ ക്ലാസ് നിർത്താം. നന്ദി, നമസ്കാരം, ബൈ. ക്ലിയർ ആയ